നമുക്ക് അറിയാം നമ്മുടെ കുട്ടികളെല്ലാം തന്നെ കാണുന്നത് എന്തും ഇമിറ്റേറ്റ് ചെയ്യാൻ പ്രവണതയുള്ളവരാണ്. അപ്പം കുട്ടികളുടെ ഒരു നേച്ചറാണ് അവരെന്ത് കണ്ടാലും അത് അനുകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം അതായത് വയലൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ മൂവീസോ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ പണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ സുലഭമായ രീതിയിൽ കുട്ടികൾക്ക് മൊബൈലിലൂടെയും മറ്റ് ഡിവൈസുകളിലൂടെയും ഒക്കെ ധാരാളം കാര്യങ്ങൾ കാണാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ തിരക്കുകൾക്കിടയിൽ നമ്മൾ കുട്ടികൾ എന്താണ് കാണുന്നത് മോണിറ്റർ ചെയ്യാറില്ല. വയലൻസ് ആയിട്ടുള്ള മൂവീസിൻ്റെ എണ്ണം കൂടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം പലപ്പോഴും മുതിർന്ന ആളുകൾക്ക് കാണാൻ യോജിച്ച രീതിയിലുള്ള സിനിമകൾ പലതും കുടുംബമായിട്ടായിരിക്കും പലരും പോയി കാണുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന മൂവീസിലൊക്കെയും വയലൻസിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മളിതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ടോപ്പിക്കിൽ നിന്ന് യഥാർത്ഥ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഈ കാര്യത്തെ വഴിതിരിച്ചു വിടാറുണ്ട്. പലപ്പോഴും ഒരു ഭീകരമായ വയലൻസ് ഉള്ള ഒരു മൂവി അല്ലെങ്കിൽ സ്ഥിരമായി അങ്ങനെ കണ്ടന്റ് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മറ്റുള്ളവരോടുള്ള എമ്പതി നഷ്ടപ്പെടാൻ കാരണമാകും. അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പരിഹാരം വയലൻസ് മാത്രമാണ്. അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വയലൻസിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജൊക്കെ പല മൂവീസും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം പല മാതാപിതാക്കളും നമ്മൾ ഡിവൈസസൊക്കെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നതെന്ന് പോലും മോണിറ്റർ ചെയ്യാറ് കൂടിയില്ല. പലപ്പോഴും പല ടീനേജിൽ വരുന്നതൊക്കെ കുട്ടികളൊക്കെ കാണുന്ന പല അനിമേറ്റഡ് സീരീസും ഒരുപാട് വയലൻസ് നിറഞ്ഞ സീരീസാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന പല കുട്ടികളുടെയും സംസാരത്തിൻ്റെ ടോൺ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് അവരുപയോഗിക്കുന്ന വാക്കുകളൊക്കെയും അവർ മാതാപിതാക്കളെ എത്ര ഭംഗിയായിട്ട് നല്ലതായിട്ട് കുട്ടികളെ പേരൻറ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ പോലും പലരും എങ്ങനെയാണ് ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരുടെ സംസാരം രീതികളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് പലരും വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ടീനേജിലുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ടീനേജ് ഉള്ള 2 കുട്ടികളുള്ള ഒരു അമ്മയായതുകൊണ്ട് തന്നെ എനിക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം കുട്ടികൾ സ്കൂളിൽ കാണുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. നമ്മൾ കാണാറുണ്ട് സൊസൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള വയലൻസ്, അതായത് ആ കുട്ടികൾ ചെറു പ്രായത്തിലുള്ള യുവാക്കളും യുവതികളുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ സൊല്യൂഷനായിട്ട് ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് കേൾക്കുന്നതിലധികമായിട്ട് അതിക്രമങ്ങളുടെയും അല്ലെങ്കിൽ വയലൻസിൻ്റെയൊക്കെ അതിപ്രസരം നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. അതിന് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ വയലൻസ് ഉള്ള കണ്ടൻറ്റ് ഒരുപാട് കാണുന്നതും ഒരു കുട്ടിയുടെ ഒരു വളർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചാഘട്ടങ്ങളെയോ ഒരു ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റാതെയാവുന്നതിനോ അല്ലെങ്കിൽ അവന് ആങ്സൈറ്റിയും അവന് ഓരോ